കൊച്ചിയിൽ നടന്ന നിക്ഷേപ സംഗമത്തിൽ UDF വളരെ പോസിറ്റീവായൊരു സ്റ്റാൻഡാണ് സ്വീകരിച്ചത്. കേരളത്തിൽ നിക്ഷേപം വരുന്നതിന് ഞങ്ങളെതിരല്ല. പ്രതിപക്ഷ നേതാവും VD സതീശനും ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ആ നിക്ഷേപ സംഗമത്തിൽ പങ്കെടുത്തത് തന്നെ അങ്ങനെ ഒരു മെസ്സേജ് നൽകാൻ വേണ്ടിയാണ്. ഞങ്ങൾ നിക്ഷേപ സംഗമം നടത്തിയപ്പോൾ ഇടതുപക്ഷ മുന്നണി എടുത്ത സമീപനം തികച്ചും വ്യത്യസ്തമായിരുന്നു. നിക്ഷേപകരെ കേരളത്തിൽ നിന്ന് ഓടിക്കുന്ന നിലപാടായിരുന്നു അവർ സ്വീകരിച്ചത്. പക്ഷേ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടണം, വിദേശത്ത് പോയി ജോലി തേടുന്ന അവസ്ഥാവിശേഷം ഒഴിവാക്കണം. അതുകൊണ്ട് കേരളത്തിലേക്ക് ആര് നിക്ഷേപവുമായി വന്നാലും അവരെ സ്വാഗതം ചെയ്യണമെന്നാണ് UDFിൻ്റെ കോൺഗ്രസിൻ്റെയും നിലപാട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടായി? ഒന്നാം പിണറായി ഗവൺമെൻറ് കാലത്ത് EP ജയരാജൻ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ അസൻറ്റ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഇതേ സ്ഥലത്ത് വെച്ച് നടത്തുകയുണ്ടായി. അന്നും കോടിക്കണക്കിന് രൂപയുടെ MOU ഒപ്പിട്ടു. ജനങ്ങൾ പ്രതീക്ഷിച്ചു കേരളം വളരെ ഉയരെയാകാൻ പോകുന്നു, വളരാൻ പോകുന്നു എന്നൊക്കെയാണ് അന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തത്. അസൻറ്റിൽ പ്രഖ്യാപിച്ച ഒരു പരിപാടിയും ഒരു വികസന പ്രവർത്തനവും ഇവിടെ നടന്നില്ല എന്നുള്ളതാണ് സത്യം. അന്ന് ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ വേണ്ടി ഒരു പദ്ധതി കൊണ്ടുവന്ന് ആ പദ്ധതി ഒപ്പിട്ടതിന് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഞാൻ അന്ന് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അത് പിൻവലിച്ചു പോകേണ്ടി വന്നു. അന്നത്തെ നിക്ഷേപ സംഗമത്തിൽ ഒരു അതിന് ശേഷം ഒരു വ്യവസായ സംരംഭവും കേരളത്തിൽ അതിൻ്റെ പേരിൽ ആരംഭിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പം കോടിക്കണക്കിന് രൂപയുടെ വാഗ്ദാനങ്ങൾ ആളുകൾ നൽകുന്നു, MOU ഒപ്പിടുന്നു. ഏതെല്ലാം MOU ഒപ്പിട്ടത് നമുക്കറിയില്ല, പത്രവാർത്തകളിലൂടെ അറിയുന്നത്. ഈ കഴിഞ്ഞ 8 വർഷവും ഒരു വികസനവും കൊണ്ടുവരാത്തൊരു ഗവൺമെൻറ്റാണിതെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാൻ 1 വർഷം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇത്തരമൊരു നിക്ഷേപ സംഗമം നടത്തുന്നതിലെ ആത്മാർത്ഥതയെ ജനങ്ങൾക്ക് സംശയമുണ്ട്. ഇത് ഈ പദ്ധതികൾ നടപ്പാക്കാനാണോ എന്നുള്ള വിശ്വാസം ജനങ്ങൾക്കില്ല. അതിൻ്റെ കാരണം അസൻറ്റ് നടപ്പാക്കിയ ഒപ്പിട്ട MOU ഒന്നും നടക്കാതെ പോയതാണ്. അതുകൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് ഈ ഒപ്പിട്ട MOUകൾ നടപ്പാക്കാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. അല്ലാണ്ട് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി ഇതിനെ മാറ്റുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഇത്തരം നിക്ഷേപ സംഗമങ്ങൾ നടക്കുന്നത് ജനതാൽപര്യത്തിന് വേണ്ടിയിട്ടല്ല എന്ന ഒരു വലിയ വിമർശനം കേരളത്തിൽ ഉയരുന്നുണ്ട്. 8 വർഷക്കാലമായി വികസന രംഗത്ത് ഒരു നിക്ഷേപവും കൊണ്ടുവരാത്ത ഒരു ഗവൺമെൻറ് കഴിഞ്ഞ നിക്ഷേപ സംഗമത്തിലെ ഒപ്പിട്ട MOU നടപ്പാക്കാത്ത ആളുകൾ ഇപ്പോൾ വികസനം കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ ലക്ഷക്കണക്കിന് കോടികളുടെ MOU ആണിപ്പോൾ ഇവിടെ ഒപ്പിട്ടതെന്ന് പറയുന്നു. കഴിഞ്ഞ തവണ ഇതായിരുന്നു. EP ജയരാജൻ വ്യവസായ മന്ത്രി ആയിരുന്നു. അതേ സമയത്തും കോടിക്കണക്കിന് രൂപയുടെ MOU ഒപ്പിട്ടു, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ MOU ഒപ്പിട്ടു. അതുകൊണ്ട് കേരളത്തിനെ സ്നേഹിക്കുന്ന ആളുകളുടെ അഭിപ്രായം ഈ MOU ഒപ്പിടുന്നതിൽ അവസാനിക്കാൻ പാടില്ല, ഇത് നടപ്പാക്കാൻ ഗവൺമെൻറ് മുന്നോട്ട് വരണം എന്നുള്ളതാണ്.